3 മിത്സ് ഓൺ PT 79 പ്ലസ് സ്കോർ. പല മിത്തുകളുണ്ട്, പല തെറ്റിദ്ധാരണകളുണ്ട് കുട്ടികൾക്ക് ഈ 79 മേടിക്കുന്നതിന് എതിരായിട്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ഈ പെർഫെക്റ്റ് ഇംഗ്ലീഷ്, അടിപൊളി ഇംഗ്ലീഷൊക്കെ ആ പറഞ്ഞ ഒരു നേറ്റീവ് ലെവൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മാത്രമേ 79 പ്ലസ് നേടിയെടുക്കാൻ കഴിയൂ എന്നൊരു ചിന്ത കുട്ടികൾക്കുണ്ട്. ഒരിക്കലുമില്ല. സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രിപ്പറേഷനും അതിനനുസരിച്ചുള്ള പ്രാക്ടീസും ക്ലാസ്സുകളും മെൻറ്റർഷിപ്പും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 79 പ്ലസ് മേടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഒരു നേറ്റീവ് ലെവൽ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വേണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് 79 പ്ലസ് മേടിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് മാസങ്ങളെടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നൊരു തെറ്റിദ്ധാരണ കുട്ടികൾക്കുണ്ട്. ഒരിക്കലുമില്ല. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 4 to 8 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കോറാണ് 79. മറ്റ് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാമുകളെ പോലെ ഒരുപാട് നാളുകളെടുത്ത് പഠിക്കേണ്ട ഒരു കേസല്ല. മൂന്നാമത്തെ ഒരു തെറ്റിദ്ധാരണ ഞാൻ പൊതുവേ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കണ്ടിട്ടുള്ളത്, എല്ലാ സെക്ഷൻസും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ സെക്ഷൻസും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്തെങ്കിലേ നല്ലൊരു സ്കോറിലേക്ക്, അതായത് 79 പ്ലസിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. എല്ലാ സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് അല്ല. PT എല്ലാം കൂടി 20 സെക്ഷൻ ഉള്ളത്. അതിലൊരു 6 to 8 സെക്ഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വെയിറ്റേജ് കൂടുതലുള്ളതും. അത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യമായ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞ് മറ്റുള്ളതെല്ലാം ഒഴിവാക്കണമെന്നല്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു നല്ല സ്കോറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ 3 തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഒഴിവാക്കുക. തീർച്ചയായിട്ടും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, നല്ല സ്കോർ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും.